പാർഷ്യൽ ആർച്ച്. നിങ്ങളുടെ ഏതെങ്കിലും പല്ലുകൾ നഷ്ടമായാൽ പലതരം മാർഗങ്ങളിലൂടെ തിരിച്ചുവെക്കാം. നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജോ ഒരു ഇംപ്ലാന്റ് ഉള്ള ക്രൗണോ അല്ലെങ്കിൽ ഊരിവെക്കാൻ പറ്റുന്ന തരം വെപ്പുപല്ലും ഉപയോഗിക്കാം. ബ്രിഡ്ജ് ഇത് ഒരു കൃത്രിമതരം പല്ലാണ്. ഇത് തൊട്ടടുത്ത പല്ലിലേക്ക് ഘടിപ്പിച്ചാണ് നഷ്ടപ്പെട്ട പല്ലിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇത് വായിലേക്ക് ഘടിപ്പിച്ചതിനാൽ വളരെ കാലം നിലനിൽക്കുന്നതും സുരക്ഷിതവുമാണ്. എന്നിരുന്നാലും ഇതിനെ ഘടിപ്പിക്കാനായി തൊട്ടടുത്ത പല്ലിനെ ചെറുതാക്കുന്നത് മൂലം അവ കേടുവരാൻ സാധ്യത കൂടുതലുള്ളതിനാൽ ഇത് വേര് ചികിത്സയിലേക്ക് വഴിവെക്കുന്നു. ഇംപ്ലാന്റ് ഇവ ഒരു ലോഹം കൊണ്ടുണ്ടാക്കുന്ന ചെറിയ വഴികളാണ്. ഇത് നഷ്ടപ്പെട്ട പല്ലിൻ്റെ വേരിന് പകരം നിന്ന് ക്രൗണിനെയും ബ്രിഡ്ജിനെയും വായിൽ സുരക്ഷിതമായി ഘടിപ്പിക്കുന്നതിനൊപ്പം തന്നെ അത് താടിയെല്ലിൻ്റെ ആരോഗ്യവും ആകൃതിയും സംരക്ഷിക്കുന്നു. എന്നിരുന്നാലും ഇത് വെക്കാൻ ചെറിയ ശസ്ത്രക്രിയ ആവശ്യമാണ്. ഈ ശസ്ത്രക്രിയ മൂലമുള്ള മുറിവുകൾ ഉണങ്ങാൻ മാസങ്ങളെടുക്കും. പാർഷ്യൽ ഡെഞ്ചർ അഥവാ വെപ്പുപല്ലുകൾ. ഇത്തരത്തിലുള്ള വെപ്പുപല്ലുകൾ ഘടിപ്പിച്ചത് പ്രത്യേകതരം ക്ലാസ്പിനോടാണ്. തൊട്ടടുത്ത പല്ലിന് മാറ്റങ്ങൾ വരുത്തുന്നത് ഏതുതരം പാർഷ്യൽ ഡെഞ്ചർ ഉപയോഗിക്കുന്നത് എന്നതിനെ അനുസരിച്ചായിരിക്കും. ഈ പാർഷ്യൽ ഡെഞ്ചർ ഊരിവെക്കാൻ പറ്റുന്നതും എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്നതുമാണ്. യഥാസമയം ചികിത്സ ചെയ്തില്ലെങ്കിൽ അടുത്തുള്ള പല്ലുകൾ പല്ലില്ലാത്ത ഭാഗത്തേക്ക് നീങ്ങി പല്ലിൻ്റെ നിര തെറ്റിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ താടിയെല്ലുകൾ ചുരുങ്ങി ചികിത്സ കൂടുതൽ സങ്കീർണമാകുന്നു. ചികിത്സ വൈകിയാൽ അത് സംസാരത്തെയും ഭക്ഷണം കഴിക്കുന്നതിനെയും സാരമായി ബാധിക്കുന്നു. അതിനാലാണ് ഞങ്ങൾ നിങ്ങളുടെ വായയെ ആരോഗ്യപ്രദമാക്കുകയും മനോഹരമായ പുഞ്ചിരി നിലനിർത്താൻ ചികിത്സാരീതികൾ നിർദ്ദേശിക്കുന്നത്.